പുതിയ സ്കൂളിൽ വളരെ അലസതയോടെ ഇരിക്കുമ്പോഴാണ് അവൻ അവളെ കാണുന്നത്. അവൻ അവളോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നി. തനിക്ക് തോന്നിയ ഇഷ്ടം വൈകുന്നേരം വീട്ടിലെത്തിയ ഉടനെ അവൻ അമ്മയെ അറിയിച്ചു. പിന്നീട് അവന് സ്കൂളിൽ പോകാൻ ആവേശമായി. കൂട്ടുകൂടാൻ ചെന്നപ്പോഴൊക്കെ അവൾ അവനെ മാറ്റി നിർത്തി. അതവനെ വല്ലാതെ വേദനിപ്പിച്ചു. സ്കൂളിലെ അവസാന നാളിൽ അവർ കൂട്ടായി. ഹൈസ്കൂളിൽ തന്റെ സ്കൂളിൽ തന്നെ ചേർന്ന് പഠിക്കാൻ അവൾ അവനെ ക്ഷണിച്ചു. അവർ അവിടെ നല്ല സുഹൃത്തുക്കളായി. മധുരം കൈമാറിയും പാഠപുസ്തകങ്ങൾ കൈമാറിയും അവർ അവിടെ തുടർന്നു. ഒരു ദിവസം അവൾക്ക് നൽകിയ പുസ്തകത്തിൽ അവൻ അവന്റെ ഇഷ്ടം എഴുതി വെച്ചു. എന്നാൽ അതവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾ അതിനെ ശക്തമായി എതിർത്തു. ആ സൗഹൃദവും അവൾ വേണ്ടെന്ന് വെച്ചു. സ്കൂളിലെ അവസാന വർഷമായതിനാൽ തന്നെ മാറ്റി നിർത്തരുത് എന്നും ഒരു സുഹൃത്തായി തന്നെ മുന്നോട്ടു പോകാമെന്നും അവൻ അവളോട് അപേക്ഷിച്ചു. കുറച്ചു മാസങ്ങൾക്കു ശേഷം അവന്റെ നിഷ്കളങ്കതയും തന്നോടുള്ള സ്നേഹത്തിന്റെ ആത്മാർത്ഥതയും അവളെ അവനിലേക്ക് അടുപ്പിച്ചു. അവനെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നവൾ മനസ്സിലാക്കിയ നിമിഷം തന്റെ അച്ഛനമ്മമാരെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനവും എടുക്കില്ല എന്നും, എന്നാൽ തന്നെ അയാൾക്കിഷ്ടമാണ് എന്നും, ഭാവിയിൽ നല്ലൊരാലോചനയായി വീട്ടിലേക്ക് വന്നാൽ എനിക്ക് സമ്മതമാണെന്നും അവൻ അവളുടെ സുഹൃത്ത് വഴി അവനെ അറിയിച്ചു. പിന്നീടുള്ള തുടർ വിദ്യാഭ്യാസം അവരെ വേർപിരിച്ചുവെങ്കിലും അവളെ കാണാൻ കിട്ടുന്ന ഒരു സാഹചര്യവും അവൻ പാഴാക്കിയില്ല. ബസ്, കോളേജ്, മ്യൂസിക് ക്ലാസ്, അങ്ങനെ അവളെ കാണാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ കഴിയും തോറും അവർ കൂടുതൽ അടുത്തു. അവരുടെ ബന്ധം അറിഞ്ഞവർ ആ വിവരം വീട്ടിലേക്ക് അറിയിച്ചു. വീട്ടുകാരെ തള്ളിപ്പറയാൻ അവൾക്കാവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ മാറ്റി നിർത്തേണ്ടി വന്നു. അവൻ വീണ്ടും വീണ്ടും അവളെ സ്വന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവന്റെ ഇഷ്ടം കണ്ടില്ലെന്ന് വെക്കാനും വീട്ടുകാരെ വേദനിപ്പിക്കാനും പറ്റാത്ത അവൾക്ക് പലപ്പോഴും മൗനം പാലിക്കേണ്ടി വന്നു. അവന്റെ വീട്, ജോലി, ഉത്തരവാദിത്തങ്ങൾ ഒക്കെയായിരുന്നു അവളുടെ വീട്ടുകാരുടെ പ്രശ്നങ്ങൾ. ഒടുവിൽ അവൻ അവൾക്കു വേണ്ടി പ്രവാസിയായി. ആ സന്ദർഭത്തിൽ അവളുടെ വീട്ടിൽ മറ്റു വിവാഹാലോചനകൾ വന്നുകൊണ്ടിരുന്നു. അവസാനം അവൾ അമ്മയോട് മനസ്സ് തുറന്നു. എനിക്ക് വേണ്ടിയാണ് അവൻ പ്രവാസിയായത്. അത് കണ്ടില്ലെന്ന് വെക്കാൻ എനിക്ക് പറ്റുന്നില്ല. വാശി പിടിക്കുന്നില്ല, പക്ഷെ കുറച്ചു സമയം അവന് കൊടുക്കണം. എന്നിട്ടും നടന്നില്ല എങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. പിറ്റേന്ന് ഫോണിൽ അവൾക്ക് അമ്മ ഒരു സന്ദേശം അയച്ചു. മോളുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് വലുത്. അവർക്ക് ഓക്കെയാണ്. അവളും അവനും ഉണ്ടായ സന്തോഷം ഫോണിലൂടെ പങ്കുവച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ അവന്റെ സുഹൃത്തുക്കളും ഫാമിലിയും അവന്റെ കൂടെ ചേർന്ന് നിന്ന് അവന്റെ സ്വപ്നങ്ങൾ സാധിച്ചു കൊടുത്തു. 4 വർഷത്തെ പ്രവാസത്തിനു ശേഷം അവൻ അവന്റെ പെണ്ണിനെ സ്വന്തമാക്കി. അന്ന് എതിർത്തു നിന്നവർ ഇരുവരെയും അനുഗ്രഹിച്ചു ചേർത്തു നിർത്തി. 10 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അവർ ഒന്നിച്ചു.